യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയിലേക്കാണ്. പുരാതന ഇന്ത്യയിൽ വിവിധ രാജാക്കന്മാരും ചക്രവർത്തിമാരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഭരിച്ചു. അത്തരത്തിലുള്ള ഒരു സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ മികച്ച വാസ്തുവിദ്യയുടെ തെളിവാണ് ഹംപി പട്ടണം. അത് പലപ്പോഴും ആളുകളെ വിസ്മയിപ്പിക്കുന്നതാണ്. കർണാടക സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണത്തിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. ഹംപിയിലെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതിയാണ് വിത്താല ക്ഷേത്രം. ഈ ക്ഷേത്രവളപ്പിലാണ് പ്രശസ്ത കൽരഥങ്ങളുള്ളത്. ഹംപിയുടെ ഒരു ഐഡൻറ്റിറ്റി കൂടിയാണ് കല്ലിൽ തീർത്ത ഈ രഥം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ 50 രൂപ നോട്ടിൽ കാണുന്നത് ഈ കൽരഥമാണ്. വിശാലമായ ഏരിയയിൽ വിത്താല ക്ഷേത്രം നിറഞ്ഞു നിൽക്കുന്നു. കൽരഥത്തിന് തൊട്ടു പിന്നിലാണ് പ്രധാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വേറെയും നിരവധി ക്ഷേത്രങ്ങൾ ഈ പരിസരത്ത് തന്നെ കാണാം. മ്യൂസിക് പില്ലറുകളും പ്രശസ്തമാണ്. 56 മ്യൂസിക് പില്ലറുകളുണ്ട്. ഓരോന്നിനും ചുറ്റിലും 7 ചെറിയ തൂണുകളുമുണ്ട്. ഇവ സപ്തസ്വരങ്ങളെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഹംപി പ്രദേശത്തെ സമീപിക്കുമ്പോൾ സ്ഥലത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന അതിശയകരമായ കൽക്കവാടങ്ങൾ, കുന്നുകൾ, ക്ഷേത്ര നിർമ്മാണങ്ങൾ മുതലായവ നിങ്ങളെ സ്വാഗതം ചെയ്യും. ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം ശ്രീ വിജയവിത്താല ക്ഷേത്രമാണ്. വിഗ്രഹമില്ലെങ്കിലും അതിമനോഹരമായ ക്ഷേത്ര നിർമ്മാണങ്ങളും കല്ലുപുത്തോണികളും സന്ദർശകരെ ആകർഷിക്കുന്നു. 1422 വിജയനഗര സാമ്രാജ്യത്തിൽ ഗരുഡദേവരായയാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് റിപ്പോർട്ട്. നിങ്ങൾ ചരിത്രം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലമാണ് ഹംപി പട്ടണം.